+2 അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നാണ്. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഈ ചാപ്റ്ററിന് ഒരു വ്യത്യാസം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പഠിക്കാനുള്ളത്. പക്ഷെ ഇതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. +2 ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അക്കൗണ്ടൻസിയുടെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പക്ഷെ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ. 6 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പേര് തന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നാണ്. നമ്മള് സാധാരണ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് ലാഭം എന്ന് പറയുന്ന ഒരു സാധനം നോക്കിക്കാണാതെ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലബ്ബുകള്, അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് എ നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി വിച്ച് ഡസ് നോട്ട് എൻഗേജ് ഇൻ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റീസ് ബട്ട് റെൻഡർ സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അതായത് യാതൊരുവിധ ട്രേഡിങ്ങോ അല്ലെങ്കിൽ വ്യാപാര ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളോ ഇവിടെ നടക്കുന്നില്ല. ഇവിടുത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിനും അവിടുത്തെ വ്യക്തികൾക്കുമുള്ള സർവീസസ്. നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന ക്ലബ്ബുകള്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പോലെ തന്നെ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പലതരത്തിലുള്ള ഫണ്ടിങ്സ് കിട്ടാറുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡൊണേഷൻ ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് ഫണ്ട് കിട്ടാറുണ്ട്. ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 3 അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, 3 എല്ലായ്പ്പോഴും ഉള്ള ബാലൻസ് ഷീറ്റ്. ഈ 3 അക്കൗണ്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഡെഫിനിഷൻ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം, അത്യാവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ അക്കൗണ്ടിന്റെ പേര് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നും, രണ്ടാമത്തെ അക്കൗണ്ടിന്റെ പേര് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നും, മൂന്നാമത്തത് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു പ്രോഫിറ്റ് മോട്ടീവോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ അല്ല. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെങ്കിൽ ക്ലബ്ബുകളാണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള ഫണ്ടുകൾ എവിടെ നിന്നെങ്കിലും ഒക്കെ കിട്ടും, ഗ്രാന്റ് കിട്ടും, ഡൊണേഷൻ കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ അക്കൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമത്തെ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്. ഇതില് നമ്മൾ ഈ 3 എണ്ണത്തില് ചെറുതായിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിനെ കുറിച്ചാണ്. ഈ അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. അതായത് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് നമുക്കറിയാവുന്ന ക്യാഷ് ബുക്കിന് തുല്യമാണ് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പോ ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ക്യാഷ് ബുക്കും ഏകദേശം ഒരുപോലെയാണ്. അല്ലെങ്കിൽ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ക്യാഷ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്യാഷ് ബുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തത് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അടുത്ത വർഷത്തെ എല്ലാ കണക്കുകളും ഇതിനകത്ത് വരും. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് കഴിഞ്ഞ വർഷത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇനി വരും വർഷങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം
ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് വരും. മൂന്നാമത്തത് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ ഐറ്റംസ്. എന്താ ക്യാപിറ്റൽ എന്നും എന്താ റവന്യൂ ഐറ്റംസ് എന്നും അറിയാം. ഈ ക്യാപിറ്റൽ ഐറ്റവും വരും, റവന്യൂ ഐറ്റവും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് വരും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകളിൽ വരുത്തില്ല. അപ്പോ പ്രധാനപ്പെട്ട ഈ 3 പോയിന്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇതൊരു ക്യാഷ് ബുക്കിന്റെ സമ്മറി ആണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തത് കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെ, അടുത്ത വർഷത്തെ എല്ലാ കാര്യങ്ങളും ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. മൂന്നാമത്തത് ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂ. ഈ 2 ഐറ്റവും, ക്യാപിറ്റൽ ഐറ്റവും വരും, റവന്യൂ ഐറ്റവും ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സിന്റാക്സ് ഇതാണ്: റെസിപ്റ്റ് എമൗണ്ട്, പേയ്മെന്റ് എമൗണ്ട്. റെസിപ്റ്റ് ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ് ക്രെഡിറ്റ് സൈഡിലുമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ എന്തൊക്കെയാണോ വരുന്നത്, ക്യാഷിന്റെ രൂപത്തിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലെങ്കിൽ റെസിപ്റ്റിന്റെ സൈഡില് വരും. അത് ക്യാപിറ്റൽ ആണെങ്കിലും റവന്യൂ ഐറ്റം ആണെങ്കിലും എന്താണെങ്കിലും അത് നമ്മൾ ഡെബിറ്റ് സൈഡില് റെക്കോർഡ് ചെയ്യും. അതേപോലെ ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് ചെലവാകുന്ന എമൗണ്ടുകൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേയ്മെന്റ് എന്ന് പറയുന്ന അക്കൗണ്ടിലായിരിക്കും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ സിന്റാക്സും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പോ ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഒന്നാമത്തത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിന് തുല്യമാണ്. കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെ, അടുത്ത വർഷത്തെ കാര്യങ്ങളെല്ലാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണും. 3 ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ രണ്ടാമത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ അതിന് പകരമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പൊ ഇതിനും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ പോലെ കുറച്ച് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ പറഞ്ഞു അത് ക്യാഷ് ബുക്കിന് തുല്യമാണ്. കഴിഞ്ഞ വർഷത്തെയും അടുത്ത വർഷത്തെയും ഈ വർഷത്തെയും കാര്യങ്ങൾ വരും. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും എല്ലാം ഇതിനകത്ത് വരും, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് വരുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ചില ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സവിശേഷതകൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനും ഉണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷത്തെ, ഈ വർഷത്തെ, അടുത്ത വർഷത്തെ കാര്യങ്ങളെല്ലാം റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് കഴിഞ്ഞ വർഷത്തെയോ അടുത്ത വർഷത്തെയോ ഐറ്റംസ് വരില്ല. ഈ വർഷം എന്താണോ കാണിക്കുന്നത് അത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് കാണിക്കൂ. ഓൺലി കറന്റ് ഇയർ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഐറ്റം അല്ലെങ്കിൽ റവന്യൂ ഐറ്റം, ഇത് രണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുമ്പോൾ അവിടെ ക്യാപിറ്റൽ ഐറ്റം എടുക്കില്ല, പകരം എടുക്കുന്നത് റവന്യൂ ഐറ്റം മാത്രമായിരിക്കും. പക്ഷേ ഇതൊരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് കൺസേൺ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിന് പകരം പറയുന്ന 2 വാക്കുകളാണ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. സർപ്ലസും ഡെഫിസിറ്റ്, അതായത് ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണെങ്കിൽ അതിന് നമ്മൾ സർപ്ലസ് എന്ന് പറയും. ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമാണെങ്കിൽ അതിനെ സർപ്ലസ് എന്നും, എക്സ്പെൻഡിച്ചർ സൈഡ് കൂടുതലും ഇൻകം സൈഡ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഡെഫിസിറ്റ് എന്നും പറയും. നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോ ഇത്രയുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. കണക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പോ
കറണ്ട് ഇയറിലെ, അതായത് ഈ വർഷത്തെ കാര്യങ്ങൾ മാത്രമേ എടുക്കൂ. ക്യാപിറ്റൽ ഐറ്റം എടുക്കില്ല, പകരം റവന്യൂ ഐറ്റം മാത്രമേ എടുക്കൂ. എന്താ ക്യാപിറ്റൽ എന്നും എന്താ റവന്യൂ എന്നും എല്ലാവർക്കും അറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒറ്റത്തവണ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ക്യാപിറ്റൽ ഐറ്റം എന്ന് പറയുന്നത്. റവന്യൂ ആണെങ്കിൽ അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെലവാകുന്ന ഐറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റവന്യൂ ഐറ്റംസ് എന്ന് പറയുന്നത്. സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്, ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതിന് പകരമാണ് നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണ് പറയുന്നതെങ്കിലും എഴുതുന്നത്, അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്തെഴുതുന്നത്, ഇൻകമോ എഴുതുന്നത്. നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചേഴ്സ് എഴുതുന്നു, നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം എഴുതുന്നത്. നമ്മൾ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നാണെങ്കിലും എഴുതുമ്പോൾ എക്സ്പെൻഡിച്ചറിന് ഡെബിറ്റ് കൊടുക്കുക, ഇൻകത്തിന് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോ ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവാണെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കൂടുതലും അതായത് ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്ന് പറയും. നേരെ തിരിച്ച് ഇവിടെ കൂടുതലും ഇൻകം സൈഡ് കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയും. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്തും കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്, അത് നിങ്ങളുടെ ടെക്സ്റ്റില് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്നത്, എന്തൊക്കെയാണ് ഇൻകം സൈഡിൽ വരുന്നത്, അതിനെക്കുറിച്ചാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കണക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഐറ്റത്തിനെ കുറിച്ചാണ്, അതായത് എന്തൊക്കെ എവിടൊക്കെയാണ് വരുന്നത്, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മേജർ ടേംസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി വരുന്ന സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമതൊരു അക്കൗണ്ട് കൂടിയുണ്ട്, ബാലൻസ് ഷീറ്റ്. അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണയുള്ള ഒരു അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ്. നമ്മൾ സാധാരണ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഓണേഴ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവോ അല്ലാത്തത് കൊണ്ട് ഇവിടെ ക്യാപിറ്റൽ അല്ല, പകരം ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അന്നേരം പറയാം. അപ്പോ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനില് പ്രധാനമായും 3 അക്കൗണ്ടുകളാണ് ഉള്ളത്. ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കണക്കുകൾ ചെയ്യണം. പക്ഷെ കണക്കുകൾ ചെയ്യുന്നതിന് മുൻപ് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും പൊതുവെ വരുന്ന കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ കണക്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ 3 അക്കൗണ്ടുകൾ കൃത്യമായിട്ട് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഡിഫറൻസുകൾ ഓർത്തു വെക്കുക. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എഴുതേണ്ട കാര്യങ്ങളെന്ന് ഓർത്തു വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ടേംസ് പറയാൻ പോകുന്നത്. ഒന്നും കൂടി പറയാം. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ 3 അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോ ഇതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ടേംസ് എന്ന് പറയുന്ന കാര്യങ്ങള്. നിങ്ങൾ കഴിഞ്ഞ വർഷം +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്. ഈ അക്കൗണ്ടുകളിലൊക്കെ എന്തൊക്കെ ഐറ്റംസ്, നിങ്ങൾ വേജസ്, സാലറീസ്, അതുപോലെ തന്നെ ഫർണിച്ചർ, ബിൽഡിംഗ്, ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെയാണ് എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെയാണ് എഴുതേണ്ടത്, ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബേസിക് ടേംസ്. നമുക്കറിയാം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റ് മോട്ടീവുമായിട്ടല്ല ഒരു ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, തികച്ചും സർവീസ് ആണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്ന ഇൻകം ആണെങ്കിലും എക്സ്പെൻഡിച്ചർ ആണെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോ അങ്ങനെ നമ്മൾ പഠിക്കുന്നതില് ആദ്യത്തെ ബേസിക് ടേം അല്ലെങ്കിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എൻട്രൻസ് ഫീ ആണ്.
നമുക്കറിയാം ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് തന്നെ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആർട്സ് ക്ലബ്ബുകള്, കൾച്ചറൽ ക്ലബ്ബുകള്, ഇതുപോലെയുള്ള ക്ലബ്ബുകളെയാണ് നമ്മൾ നോട്ട് ഫോർ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു പുതിയതായിട്ട് ഒരു അംഗം ചേരുമ്പോൾ അവിടെ ആദ്യമായി നൽകേണ്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോ ഈ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്ന ഐറ്റം ഒരു റവന്യൂ ഐറ്റം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇൻകം ആണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് കിട്ടുന്ന വരുമാനമാണ്. ആ വരുമാനം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്, അതായത് ഇൻകം സൈഡിലാണ് ആ എൻട്രൻസ് ഫീസ് കാണിക്കേണ്ടത്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, ഒന്ന് നോട്ട് ചെയ്യേണ്ടുന്ന ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐറ്റം. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ആ ക്ലബിലെ മെമ്പർമാര് കൊടുക്കേണ്ടുന്ന നമ്മള് മാസവരി എന്ന് മലയാളത്തിൽ പറയും, അതിനെയാണ് നമ്മള് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഒരു മാസത്തിലാകാം, എപ്പോഴാണെങ്കിലും ഒരു ടൈം ഇന്റർവെല്ലില് അവർ കൊടുക്കുന്ന മാസവരിയാണ് അല്ലെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മള് സബ്സ്ക്രിപ്ഷൻ. ആ ക്ലബുകളിലെ മെമ്പേഴ്സ് കൊടുക്കുന്ന എമൗണ്ട്, അതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ സബ്സ്ക്രിപ്ഷനും ഒരു റവന്യൂ ഐറ്റം ആണ്. അതിനും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഒരു ഐറ്റം ആണ്. ആ സബ്സ്ക്രിപ്ഷൻ ഒന്ന് നോട്ട് ചെയ്യണം. ആ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറച്ച് കണക്കുകളും കൂടിയുണ്ട്, അത് നമ്മൾ വഴിയെ പറയും. അപ്പൊ സബ്സ്ക്രിപ്ഷൻ പൊതുവെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടില് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഒരു ഐറ്റം ആണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഐറ്റം ഡൊണേഷൻ. നമുക്കറിയാം എന്താണ് ഡൊണേഷൻ എന്നുള്ള കാര്യം. ഈ ഡൊണേഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക് ഡൊണേഷനും രണ്ട് ജനറൽ ഡൊണേഷൻ. ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ് സ്പെസിഫിക് ഡൊണേഷൻ, എന്താണ് ജനറൽ ഡൊണേഷൻ എന്നുള്ളത്. അപ്പൊ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ നമുക്ക് തരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡൊണേഷൻ എന്ന് പറയുന്നത്. ആ ഡൊണേഷൻ രണ്ട് തരത്തിലുണ്ട്, സ്പെസിഫിക് അല്ലെങ്കിൽ ജനറൽ എന്ന് പറയും. സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകാം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഡൊണേഷൻ ആണ് സ്പെസിഫിക് ഡൊണേഷൻ. അതൊരു പ്രത്യേക ഇപ്പൊ ഫർണിച്ചർ വാങ്ങാനോ അല്ലെങ്കിൽ കെട്ടിടം വെക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വണ്ടികൾ വാങ്ങാനോ അതിനു വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ ആണെങ്കിൽ അതിനെ സ്പെസിഫിക് എന്ന് പറയും. ആ സ്പെസിഫിക് ഡൊണേഷൻ നമ്മൾ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കത്തില്ല, പകരം ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ജനറൽ ഡൊണേഷൻ ഉണ്ട്, സാധാരണ നമുക്ക് കിട്ടുന്ന സംഭാവനകൾ. ആ സംഭാവനകളുടെ എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. എമൗണ്ട് കുറവായതുകൊണ്ട് തന്നെ നമുക്കത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ, അതായത് അതൊരു ഇൻകം ആണ്, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഈ ജനറൽ ഡൊണേഷൻസ് കാണിക്കേണ്ടത്. ഇപ്പൊ ഡൊണേഷൻ ക്വസ്റ്റ്യൻസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു സ്പെസിഫിക് ഡൊണേഷൻ ആണ്. വെറും ഡൊണേഷൻ ആയിട്ടാണ് തന്നിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ഡൊണേഷൻ ആണ്. അപ്പോ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞോ ഫർണിച്ചർ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഡൊണേഷൻ ഫോർ വെഹിക്കിൾ എന്ന് പറഞ്ഞോ തരുവാണെങ്കിൽ അത് സ്പെസിഫിക് ഡൊണേഷൻ ആണ്. അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. പക്ഷേ ഡൊണേഷൻ എന്ന് പറഞ്ഞ് മാത്രമാണ് തരുന്നതെങ്കിൽ അത് ബാലൻസ് ഷീറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി 4 ലെഗസി. ലെഗസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരമ്പര്യം എന്നാണ് ലെഗസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതായത് ഓൾറെഡി ഒരു മെമ്പർ ആയിരുന്ന ഒരാൾ അയാളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ഒരു ഡിസീസ്ഡ് പേഴ്സൺ, അയാൾക്ക് അദ്ദേഹത്തിന് സുഖമില്ലാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കൊടുക്കുന്ന ആ ഓർഗനൈസേഷന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ലെഗസി എന്ന് പറയുന്നത്. ഇതൊരു
ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഒരിക്കൽ മാത്രം ഒരാൾ ഒരു തവണയെ ആ ലെഗസി ആയിട്ട് അയാളുടെ എമൗണ്ട് ഓർഗനൈസേഷന് കൊടുക്കുകയുള്ളൂ. അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഇപ്പൊ ലെഗസി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് അതിന് BS എന്ന് എഴുതിയിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. എല്ലെന്നും പറഞ്ഞ് കാണിച്ചേക്കുന്നത് ലയബിലിറ്റി സൈഡാണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ഈ ലെഗസി കാണിക്കേണ്ടത്. 5 ഗ്രാന്റ് എന്ന് പറയും. അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ, അതിനെയാണ് നമ്മൾ ഗ്രാന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡൊണേഷൻ അങ്ങനല്ല, ഡൊണേഷൻ എല്ലാവരുടെ കയ്യിൽ നിന്നും സ്വീകരിക്കാം. അപ്പൊ ഈ ഗ്രാന്റും 2 തരത്തിലുണ്ട്, സ്പെസിഫിക് ഗ്രാന്റും ജനറൽ ഗ്രാന്റും. നമ്മൾ ഡൊണേഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാന്റ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക ലയബിലിറ്റി സൈഡിലും. നമ്മൾ ഏതെങ്കിലും ജനറൽ ആയിട്ട് പൊതുവെ കിട്ടുന്ന ചെറിയ എമൗണ്ടുകളാണെങ്കിൽ ജനറൽ ഗ്രാന്റ് എന്ന് മാത്രം തരുവാണെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലുമാണ് കാണിക്കേണ്ടത്. അപ്പോ ഗ്രാന്റും 2 തരത്തിലുണ്ട്, സ്പെസിഫിക്കും ജനറലും. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് സ്പെസിഫിക്. അത് നമ്മൾ എപ്പോഴും ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുന്നത്. ഡൊണേഷൻ ആണെങ്കിലും ഗ്രാന്റ് ആണെങ്കിലും സ്പെസിഫിക് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡില്, അതല്ല ജനറൽ ആയിട്ടാണ് തരുന്നതെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡില്. അപ്പോ എൻട്രൻസ് ഫീസ് പറഞ്ഞു, സബ്സ്ക്രിപ്ഷൻ പറഞ്ഞു, ഡൊണേഷൻ പറഞ്ഞു, ലെഗസി പറഞ്ഞു, ഗ്രാന്റ് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി പറയാം. എൻട്രൻസ് ഫീ, ഒരു ആള് ആദ്യമായി ആ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുടക്കേണ്ടുന്ന എമൗണ്ട് ആണ് എൻട്രൻസ് ഫീസ്. അതൊരു റവന്യൂ ഐറ്റം ആയിട്ട് കാണിക്കുന്നു. അതിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ ഇൻകം സൈഡിൽ കാണിക്കുന്നു. 2 സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസവരി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് കിട്ടുന്ന ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. അതും ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇൻകം സൈഡിൽ കാണിക്കേണ്ടുന്ന ഒന്നാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. 3 ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്, സ്പെസിഫിക്കും ജനറലും. സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, വെഹിക്കിൾ അല്ലെങ്കിൽ ഫർണിച്ചർ അങ്ങനെ തരികയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും. ഡൊണേഷൻ എന്ന് പറഞ്ഞു മാത്രം തരികയാണെങ്കിൽ അതിനെ ജനറൽ ഡൊണേഷൻ എന്ന് പറയും. അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ലെഗസി എന്താണെന്ന് പറഞ്ഞു, ഒരു ഡിസീസ്ഡ് പേഴ്സൺ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ആ ഓർഗനൈസേഷന് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ന് പറയുന്നത് ലെഗസി. ആ ലെഗസി ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. അതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ മാത്രം നടക്കുന്ന ഒരു ഇവന്റ്, അതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ബാലൻസ് ഷീറ്റിൽ നമുക്കത് ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഗ്രാന്റ് പറഞ്ഞു, ഡൊണേഷൻ പോലെ തന്നെയാണ് ജനറലും ഉണ്ട്, സ്പെസിഫിക്കും ഉണ്ട്. സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ അതിനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ജനറൽ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്ന ഫീ ആണ്. അതായത് നമ്മൾ നേരത്തെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ എൻട്രൻസ് ഫീസ് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഈ സബ്സ്ക്രിപ്ഷൻ ഒരു ടൈം ഇന്റർവെൽ, ഒരു മാസത്തിലായിരിക്കണം കൊടുക്കാനുള്ളത്. ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് വെച്ചിട്ടായിരിക്കണം ഈ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. പക്ഷേ ചില ആളുകള് ഈ സബ്സ്ക്രിപ്ഷൻ മൊത്തത്തിൽ, അതായത് ഇത്ര കാലയളവിൽ എന്നുള്ളത് ലംസമായിട്ട് മൊത്തത്തില് അങ്ങടയ്ക്കും. അതിനെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ആജീവനാന്ത കാലത്തേക്കുള്ളത് അവരടച്ചിടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്ന ഫീ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല, പകരം ക്യാപിറ്റൽ ഫണ്ട് ആണ്. അതിനെയാണ് ഈ CF എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്, ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ ഫണ്ട് എത്രയാണോ ആ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. ക്യാപിറ്റൽ ഫണ്ട് എവിടാ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം, ബാലൻസ് ഷീറ്റിലായിരിക്കും. ആ ബാലൻസ് ഷീറ്റില് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്താണ് കാണിക്കേണ്ടത്. അപ്പൊ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മെമ്പർ ആജീവനാന്ത കാലത്തേക്ക് ആ ഓർഗനൈസേഷന് കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കൊടുക്കുന്ന എമൗണ്ട് ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ.
ആ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് അവിടെ വരുത്തുന്ന ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മള് അവിടെ വരുത്തുന്ന ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മാസികകളെല്ലാം തൂക്കി വിൽക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഇൻകം അത് ഇൻകം ആണ് അല്ലെങ്കിൽ വരുമാനമാണ്. അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലാണ് അതും കാണിക്കേണ്ടത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് വിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്നത് ക്യാഷ് ആണ്. അത് നമുക്ക് വരുമാനമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും അവിടെ കാണിക്കുക. അടുത്തത് എൻഡോവ്മെന്റ് ഫണ്ടാണ്. എൻഡോവ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു കണ്ടിന്യൂസ് മീൻസ് ഓഫ് സപ്പോർട്ട്, അതായത് വലിയ തരത്തില് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻസ് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് എൻഡോവ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് സാധാരണയായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് എൻഡോവ്മെന്റ് ഫണ്ട്. ഈ എൻഡോവ്മെന്റ് ഫണ്ട് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്, അതും ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. എൻഡോവ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റില് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലാണ് അത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോ എൻഡോവ്മെന്റ് ഫണ്ട് പറഞ്ഞു, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് പറഞ്ഞു, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് പറഞ്ഞു, ഗ്രാന്റ് പറഞ്ഞു, ലെഗസി പറഞ്ഞു. ഇത്രയും ഇനിയും രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇത്രയും കാര്യങ്ങള് കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ, ബാക്കി പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്തത് പേയ്മെന്റ് ഓഫ് ഓണറേറിയം എന്ന് പറയും. HONORARIUM ഓണറേറിയം. അതായത് ഒരു ക്ലബില് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, കൾച്ചറൽ ക്ലബ് ആകാം, എന്താണെങ്കിലും അവിടെ ചില ആളുകള് ചില സ്പെഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഗാനമേള അല്ലെങ്കിൽ അതുപോലെയുള്ള സിംഗേഴ്സ്, ഗിറ്റാറിസ്റ്റ് അങ്ങനെയുള്ള ആളുകൾ വന്ന് എന്തെങ്കിലും പ്രോഗ്രാം കാണിക്കുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ അനുവദിക്കുന്ന ഫണ്ടാണ് അല്ലെങ്കിൽ പണമാണ് പേയ്മെന്റ് ഓഫ് ഓണറേറിയം എന്ന് പറയുന്ന ഫണ്ട്. വാക്കില് തന്നെയുണ്ട് പേയ്മെന്റ് ആണ്, നമ്മൾ കൊടുക്കുന്നതാണ്, അങ്ങോട്ടേക്ക് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതാണ്. അത് പേയ്മെന്റ് ഓഫ് ഓണറേറിയം. ഇതുപോലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കലാകാരന്മാർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുന്ന ആളുകൾക്കോ കൊടുക്കുന്ന ഫണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ സൈഡാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതാണ്, അതുകൊണ്ട് അതിനെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് എന്ന് പറയും. ഈ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് സാധാരണയായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ഐറ്റം ആയിട്ടാണ്. അത് ഏതാണോ ആ അസറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഈ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. എന്താണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് എന്ന് നമുക്കറിയാം. ആ ഓർഗനൈസേഷനിൽ ഉപയോഗശൂന്യമായിട്ടുള്ള എന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട്. ഇനി അതല്ല, അവിടെ വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ, ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കാണാറുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പൊ ഒരു ഫർണിച്ചർ അതിന്റെ ബുക്ക് വാല്യൂ, അതായത് അത് വാങ്ങിയപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 2500 രൂപയാണെന്ന് കരുതുക. എന്നാൽ അത് വിറ്റപ്പോ അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് വിറ്റപ്പോ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 2200 രൂപയാണ്. നമുക്ക് ഏതാണ്ട് 300 രൂപയോളം നഷ്ടമുണ്ട്. നമ്മൾ ഡിപ്രിസിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നോക്കുന്നില്ല. ഇതൊരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇത്ര മാത്രം 2500 രൂപയ്ക്കാണ് ഞാൻ ആ സാധനം വാങ്ങിയത്, അല്ലെങ്കിൽ അത് വിറ്റപ്പോൾ അതിന്റെ സമയം വിലയെന്ന് പറയുന്നത് 2500 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിൽക്കാൻ സാധിച്ചത് 2200 രൂപയ്ക്കാണ്. വിൽക്കുന്ന ടൈമിൽ അതിന്റെ വിലയാണ് നമ്മൾ ഈ പറഞ്ഞ 2500. അത് വിറ്റപ്പോ എനിക്ക് കിട്ടിയത് 2200 രൂപയാണ്. സ്വാഭാവികമായിട്ടും ഈ 300 രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. ഈ 300 രൂപ നഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എവിടെയാ കാണിക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ലോസ് ആയിട്ട്, എനിക്ക് നഷ്ടമായിട്ടാണ് ഞാൻ ഈ 300 രൂപ കാണിക്കേണ്ടത്.
അതല്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്, അത് അസറ്റിന്റെ കൂടെ എന്ന് കാണിച്ചാൽ മതി. അതല്ല ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന പ്രൈസും വിറ്റ പ്രൈസും തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചത് എത്ര രൂപയാണോ നഷ്ടം അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ലാഭമാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇവിടെ ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചത്, ലാഭമാണെങ്കിൽ നമ്മൾ അത് നേരെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള, ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അപ്പോ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇത് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കണക്കുകൾ ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വരും. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ +2-ന് അല്പം ടഫ് ആയിട്ട് നമുക്ക് തോന്നുന്ന അക്കൗണ്ടൻസിയുടെ ഒരു ചാപ്റ്റർ ഇത് മാത്രമേ ഉള്ളൂ. ഏറ്റവും എളുപ്പമാണ് ബാക്കിയുള്ള ചാപ്റ്ററുകളെല്ലാം. അപ്പൊ ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ വർഷം അക്കൗണ്ടൻസിക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ബേസിക് ടേംസ് ആണ് നമ്മൾ പഠിച്ചത്. എൻട്രൻസ് ഫീസ്, അത് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ ഇൻകം സൈഡിൽ കാണിക്കുന്നു. സബ്സ്ക്രിപ്ഷനും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു അല്ലെങ്കിൽ ഇൻകം സൈഡിൽ കാണിക്കുന്നു. ഡൊണേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, സ്പെസിഫിക് അല്ലെങ്കിൽ ജനറൽ. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത്, ജനറൽ എന്ന് പറഞ്ഞാൽ സാധാരണ ലഭിക്കുന്ന സംഭാവന. സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക, ജനറൽ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കുക. ഇപ്പൊ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ്ഡ് പേഴ്സൺ, അതായത് അല്ലെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഓർഗനൈസേഷന് കിട്ടുന്ന ഫണ്ടാണ്, അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഗ്രാൻഡും രണ്ട് തരത്തിലുണ്ട്, സ്പെസിഫിക്കും ജനറലും. സ്പെസിഫിക് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക, ജനറൽ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കുക. ലൈഫ് മെമ്പർഷിപ്പ് ഫീ നമ്മൾ പറഞ്ഞതുപോലെ സബ്സ്ക്രിപ്ഷൻ, അത് ഒരു ആജീവനാന്ത കാലത്തേക്കും കൂടി അടയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസികകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകൾ വിറ്റ് കിട്ടുന്ന ക്യാഷ് നമുക്കറിയാം, അത് ഇൻകം ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കുക. എൻഡോമെന്റ് ഫണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് എൻഡോമെന്റ് ഫണ്ട്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓപ്പൺ ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഈ എൻഡോമെന്റ് ഫണ്ട്. അത് ബാലൻസ് ഷീറ്റിൽ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ഐറ്റം ആണ്, അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. പേയ്മെന്റ് ഓഫ് ഓണറേറിയം, നമ്മൾ പറഞ്ഞു ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് അവിടെ വരുന്ന എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാംസിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ്, പേയ്മെന്റ് ആണ്. അത് പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് പേയ്മെന്റ് സൈഡിലായിട്ട് കാണിക്കണം. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അസറ്റിനകത്ത് കാണിച്ചാൽ മതി. അതല്ല ക്വസ്റ്റ്യനകത്ത് ഇതുപോലെ ഒരു ഫർണിച്ചർ ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങി വിറ്റപ്പോൾ ഇത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കുക. ലാഭമാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കുക. നഷ്ടമാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ 3 അക്കൗണ്ടിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 അക്കൗണ്ടിലും വരുന്ന ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച്, കാണാതെ പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത്. മനസ്സിലാക്കി ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയേ പഠിക്കാവൂ. ഇല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആയി പോകും, തിരിഞ്ഞു പോകും, ഓർമ്മ കിട്ടാതെ വരും. അതുകൊണ്ട് ഓരോന്നും മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇനി നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കണക്കുകളായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ.